hello മക്കളെ, good evening, welcome back to Xylem Learning. Prettymiss ആണ്. So നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് അല്ലെങ്കിൽ പ്ലാൻ ഹോർമോൺസ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ വെയിറ്റേജിനും അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഹോർമോൺസ് തന്നെയാണ്. അപ്പം അത് നല്ല രീതിയിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കണം. കാരണം ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. അവരുടെ ഓരോരുത്തരുടെയും ഫങ്ഷൻസ് ആൻഡ് ഫീച്ചേഴ്സ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. സോ ഫിസിയോളജിക്കൽ ഇഫക്റ്റ് ഓഫ് പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, ഓരോന്നിന്റെയും എന്തൊക്കെയാണ് ഫിസിയോളജിക്കൽ ഇഫക്ട്സ് ആണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ തന്നെ നമുക്കറിയാം ഓക്സിൻ, അതുപോലെ തന്നെ സൈറ്റോകൈനിൻ, പിന്നെയുള്ള ജിബറലിൻ. ഇവര് മൂന്നാൾക്കാരെ നമ്മൾ പ്രധാനമായിട്ടും ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് എന്നാണ് പറയാറുള്ളത്. അതായത് പ്ലാന്റ് ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നവരെയും കൂടെയാണ് ഈ മൂന്നാൾക്കാർ. ജനറലി നമ്മൾ എത്തിലീനെയും കൂടെ ഗ്രോത്ത് പ്രൊമോട്ടർ ആയിട്ട് പറയാറുണ്ട്. ബട്ട് സ്റ്റിൽ അവർ 20% മാത്രമേ പ്രൊമോട്ടർ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളൂ. ബട്ട് ഓൾമോസ്റ്റ് എല്ലാം, അതായത് എത്തിലീൻ്റെ മേജർ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എത്തിലീനും അതുപോലെ തന്നെ അബ്സിസിക് ആസിഡും ഗ്രോത്ത് ഇൻഹിബിറ്ററും കൂടെയാണ്. ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ്. അപ്പൊ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് എന്ന് ജനറലി നമ്മൾ പറയാറുള്ളത് ഓക്സിൻ, സൈറ്റോകൈനിൻ, ജിബെറലിൻ ആണ്. ആൻഡ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ ഏത് പറയാറ്? എത്തലീൻ ആൻഡ് അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത്. ആൻഡ് എത്തലീനെ നമ്മൾ 2 കാറ്റഗറിയിലും പറയാറുണ്ടെന്നും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി നമ്മൾ നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഓക്സിൻ ആണ്. ഓക്സിൻ മീൻസ് ടു ഗ്രോ. ഇറ്റ് വാസ് ഫസ്റ്റ് ഐസൊലേറ്റഡ് ഫ്രം ഹ്യൂമൻ യൂറിൻ. മനുഷ്യന്റെ യൂറിനിൽ നിന്നാണ് ഇത് ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തെടുത്തത്. ജനറലി പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്രോയിങ് എപ്പേജസ് ഓഫ് സ്റ്റെം ആൻഡ് റൂട്ട്. നമ്മുടെ റൂട്ട് ടിപ്പിലും സ്റ്റൂട്ട് ടിപ്പിലൊക്കെ ആയിട്ട് മെരിസ്റ്റമാറ്റിക് സെല്ലുള്ള ആ ഭാഗത്താണ് നമ്മൾ കൂടുതലായിട്ടും ഓക്സിനെ കാണാറുള്ളത്. ആൻഡ് ഓക്സിൻസിനെ നമ്മൾ പ്രധാനമായിട്ടും 2 കാറ്റഗറൈസ് ചെയ്യാറുണ്ട്: നാച്ചുറൽ ഓക്സിൻ ആൻഡ് സിന്തറ്റിക് ഓക്സിൻ. നാച്ചുറൽ ഓക്സിൻ എന്ന് പറയുന്ന സമയത്ത് വിച്ച് ആർ പ്രസന്റ് നാച്ചുറലി ഇൻ പ്ലാന്റ്സ്. ആൻഡ് സിന്തറ്റിക് ഓക്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിന്തസൈസ് ചെയ്തെടുക്കുന്നതാണ്. അപ്പം നേച്ചറിൽ നിന്ന്, അതായത് പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഓക്സിൻസിന്റെ എക്സാമ്പിൾ ആണ് ഇൻഡോൾ അസറ്റിക് ആസിഡും ഇൻഡോൾ ബ്യൂട്ടറിക് ആസിഡും. IAA എന്നും IBA എന്നും നമ്മൾ പറയും. അതുപോലെ തന്നെ സിന്തറ്റിക് ഓക്സിൻ നമ്മൾ എന്ത് ചെയ്യുന്നു? സിന്തസൈസ് ചെയ്തെടുക്കുന്ന ഓക്സിൻസിന് എക്സാമ്പിൾ ആണ് നാഫ്തൽ അസറ്റിക് ആസിഡും അതുപോലെ തന്നെ 2,4-D എന്ന് പറയുന്നത്. 2,4-D നമ്മളൊരു ഹെർബിസൈഡ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതുമാണ്. സോ ഈ എക്സാമ്പിൾസ് എന്തായാലും പഠിച്ചു വെക്കണം. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്, മറന്നു പോകരുത്, ഇമ്പോർട്ടന്റ് ആണ്. ഇനി നെക്സ്റ്റ് നോക്കാം. ഓക്സിൻസ് ആർ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഹോർട്ടിക്കൾച്ചറൽ പ്രാക്ടീസസ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനീഷ്യേറ്റ് റൂട്ടിംഗ് ഇൻ സ്റ്റെം കട്ടിംഗ്, വൈഡ്ലി യൂസ് ഫോർ പ്ലാന്റ് പ്രൊപ്പഗേഷൻ. പ്ലാന്റിന്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ്സ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ പഠിക്കുന്നതാണ്. അപ്പൊ സ്റ്റെം കട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റി വെക്കാറുണ്ട് ഗ്രാഫ്റ്റിങ്ങിലും ഒക്കെ. പത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? പൊട്ടിക്കുന്ന പ്രക്രിയ സ്റ്റെം കട്ടിംഗ് മെത്തേഡിലൊക്കെ ആ സ്റ്റെമ്മിൽ തന്നെ റൂട്ടിംഗ് ഇനീഷ്യേറ്റ് ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യുന്നു? ഓക്സിൻ എന്ന ഹോർമോൺ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. പ്രൊമോട്ട് ഫ്ലവറിങ്, പൈനാപ്പിൾസിലൊക്കെ ഫ്ലവേഴ്സ് പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഫ്ലവറിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ആരാണ്? ഓക്സിൻ ആണ്. പ്രിവെന്റ് ഫ്രൂട്ട് ആൻഡ് ലീഫ് ഡ്രോപ്പ് അറ്റ് ഏർലി സ്റ്റേജ്. പ്രായമാവുന്നതിന് മുന്നേ തന്നെയുള്ള ലീഫ് ഡ്രോപ്പ് അതുപോലെ തന്നെ ഫ്രൂട്ട് ഡ്രോപ്പ് ഒക്കെ പ്രിവെന്റ് ചെയ്യുന്നത് നമ്മുടെ ഓക്സിൻ ഹോർമോൺ ആണ്. പ്രൊമോട്ട് ദ ഓഫ് ഓൾഡർ മെച്യൂർ ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. അതായത് പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓൾഡർ ആയിട്ടുള്ള ലീവ്സും ഫ്രൂട്ട്സും ഫോളോ ഓഫ് ചെയ്യാനും അതിന്റെ അബ്സിഷനും ആര് ഹെൽപ്പ് ചെയ്യുന്നു? ഓക്സിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ ഇൻഡ്യൂസ് പാർത്തനോകാർപ്പി. ഇതൊക്കെ 1 വേർഡിന് നിങ്ങളോട് ചോദിക്കുന്നതാണ്. ടൊമാറ്റോയിൽ പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? അങ്ങനെ ക്വസ്റ്റ്യൻസ് വരും. സോ അത് ആരാണ്? ഓക്സിൻ ആണെന്ന് മനസ്സിലാക്കുക. And they are widely used as herbicide. 2,4-D used to kill dicotyledon weeds, does not affect mature monocotyledonous plants. അപ്പം ഇതുപോലത്തെ വീഡിസൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് 2,4-D എന്ന് നമ്മൾ പറയുന്നത്. 2,4-D എന്ന് പറയുന്നത് 2,4-ഡൈക്ലോറോഫിനോക്സി അസറ്റിക് ആസിഡ് ആണ്. നാഫ്തൽ അസറ്റിക് ആസിഡ് ആണ് NAA എന്ന് പറയുന്നത്. പിന്നെയോ യൂസ് ടു പ്രിപ്പയർ വീഡ് ഫ്രീ ലോൺസ് ബൈ ഗാർഡനേഴ്സ്, കൺട്രോൾ സൈലം ഡിഫറൻഷിയേഷൻ. സൈലത്തിന്റെ ഡിഫറൻഷിയേഷൻ കൺട്രോൾ ചെയ്യുന്നു. സെൽ ഡിവിഷന് റോൾ ഉണ്ട്. ആൻഡ് ഓൾസോ പ്രൊമോട്ട് എപ്പിക്കൽ ഡോമിനൻസ്. എപ്പിക്കൽ ഡോമിനൻസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തും ചോദിക്കാറുണ്ട്. ഇതിന്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കണം. ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. സോ എന്താണ് എപ്പിക്കൽ ഡോമിനൻസ്? ഒരു പ്ലാന്റ് വളരുന്ന സമയത്ത് അത് നേരേക്ക് ഇങ്ങനെ കുത്തനെ ഹൈറ്റ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്.
അപ്പൊ ലാറ്ററൽ ഗ്രൂട്ട് അല്ലെങ്കിൽ ലാറ്ററൽ സ്റ്റെമ്മിന് ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. സോ എപ്പിക്കൽ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ ഹയർ പ്ലാന്റ്സ് ഗ്രോയിങ് ഓഫ് എപ്പിക്കൽ ബഡ് ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ലാറ്ററൽ ബഡ്സ്. ആക്സിലറി ബഡ്സ് അല്ലെങ്കിൽ ലാറ്ററൽ ബഡ്സിന്റെ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്ത് ഇത് കുത്തിനെ മേലേക്ക് തന്നെ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ ടൈപ്പ് ഓഫ് ഗ്രോത്തിനെയാണ് നമ്മൾ എപ്പിക്കൽ ഡോമിനൻസ് എന്ന് പറയുന്നത്. ആൻഡ് അങ്ങനെ വളരുമ്പോൾ എന്താ പ്രശ്നം? ലാറ്ററൽ ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവില്ല. സോ ടു ഓവർകം എപ്പിക്കൽ ഡോമിനൻസ്, ഡീക്യാപിറ്റേഷൻ ഈസ് യൂസ്ഡ്, റിമൂവൽ ഓഫ് ഷൂട്ട് ടിപ്പ്, ആൻഡ് ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ടീ പ്ലാന്റേഷൻ ആൻഡ് ഹെഡ്ജ് മേക്കിംഗ്. നമ്മൾ കാണുന്നതാണ് തേയിലത്തോട്ടത്തിലൊക്കെ കർഷകർ അല്ലെ, ഈ പറയുന്ന പ്ലാന്റേഷൻസിൽ വർക്ക് ചെയ്യുന്നവർ ഇതുപോലെ കട്ട് ചെയ്ത് ട്രിം ചെയ്ത് വിടുന്നത്. കാരണം അങ്ങനെ ട്രിം ചെയ്ത് വിടുമ്പോൾ ഇതിന്റെ എപ്പിക്കൽ ഡോമിനൻസിനെ പ്രിവെന്റ് ചെയ്യാനും ലാറ്ററൽ ഗ്രോത്ത്, ആ ലാറ്ററൽ ഗ്രോത്ത് കൊണ്ട് നല്ല ഈൽഡ് ഉണ്ടാക്കാനും നമുക്ക് സാധിക്കും. സോ അതാണ് ഇവിടെ പറയുന്നത്. ഈ എങ്ങനെയാണ് എപ്പിക്കൽ ഡോമിനൻസ് പ്രിവെന്റ് ചെയ്യുന്നത്? ബൈ ടീ പ്ലാന്റ്, ഈ പറയുന്ന കട്ടിങ് ആൻഡ് ദി ഡീക്യാപിറ്റേഷൻ എന്നാണ് പറയുന്നത്. അതിന്റെ ടിപ്പ് പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ടീ പ്ലാന്റേഷനും എഡ്ജ് മേക്കിങ്ങിലാണ് നമ്മൾ കാണാറുള്ളത്. ഇനി രണ്ടാമത്തെ ഹോർമോൺ നമ്മൾ നോക്കാൻ പോകുന്നത് ജിബെറലിൻ ആണ്. ജിബെറലിൻ എന്ന് പറയുന്നത് ഗ്രോത്ത് പ്രൊമോട്ടർ ആണ് ആൻഡ് ഓൾസോ അസിഡിക് ആണ്. അസിഡിക് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് പ്രൊമോട്ടർ ആണ് ആര്? നമ്മുടെ ജിബെറലിക് ആസിഡ്. മോർ ദാൻ 100 ജിബെറലിക് ആസിഡ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ നെയിം ചെയ്യുന്നത് GA1, GA2, GA3 എന്നിങ്ങനെയാണ്. ആൻഡ് GA3 ജിബെറലിക് ആസിഡ് ഫസ്റ്റ് ഡിസ്കവേർഡ് ജിബെറലിൻ ആൻഡ് മോസ്റ്റ് സ്റ്റഡീഡ് ഫോം. നമ്മൾ കൂടുതൽ പഠിക്കുന്നതും അതുപോലെ തന്നെ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തതുമായിട്ടുള്ള ജിബെറലിക് ആസിഡ് ഏതാണ്? അത് GA3 ആണ് എന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ എന്തൊക്കെയാണ് ഫംഗ്ഷൻ? ഒന്ന്, ഇൻക്രീസ് ഇൻ ദ ലെങ്ത് ഓഫ് ആക്സസ്. ഇറ്റ് ഈസ് യൂസ് ടു ഇൻക്രീസ് ലെങ്ത് ഓഫ് ഗ്രേപ്പ് സ്റ്റോക്ക്. ഇതുപോലെ ഗ്രേപ്സിന്റെ ഒക്കെ സ്റ്റോക്ക്, ആക്സസിന്റെ ലെങ്ത് കൂട്ടാൻ സഹായിക്കുന്ന ആളാണ് നമ്മുടെ ഗിബെറലിക് ആസിഡ്. ഹെൽപ്പ് ഫ്രൂട്ട് ടു ഇലോങ്ങേറ്റ്, ഇംപ്രൂവ് ഇറ്റ് ഷേപ്പ്. ആപ്പിളൊക്കെ നല്ല ഷേപ്പിലാവാനും അതുപോലെ തന്നെ ഇലോങ്ങേഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ജിബെറലിനാണ്. ദെൻ ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് ഷുഗർ കെയിൻ. ഷുഗർ കെയിൻ്റെ ലെങ്ത് നല്ലോണം കൂട്ടാനും അത്യാവശ്യം നല്ല ഈൽഡ് കൂട്ടാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. And increasing the yield as much as 20 tons per acre. പിന്നെയോ spraying juvenile conifers with GA3 have fastened the maturity period that lead to early seed production. കോണിഫേഴ്സിലൊക്കെ എന്താണ്? ജുവനൈൽ പീരീഡിൽ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ഏർലി സ്റ്റേജിൽ സീഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ GA പ്രൊമോട്ട്സ് ബോൾട്ടിങ്. ഇവിടെ പഠിച്ചു വെക്കണം എന്താണ് ബോൾട്ടിങ് എന്നും ബോൾട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ് എന്നുള്ളത്. അപ്പൊ ബോൾട്ടിങ് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാൽ പഠിച്ചോളൂ. ഇന്റർനോഡ് ഇലോങ്ങേഷൻ ജസ്റ്റ് പ്രയർ ടു ഫ്ലവറിങ്. പൂവിടുന്നതിന് മുന്നേ ഇന്റർനോഡിന്റെ ഇലോങ്ങേഷനെ നമ്മൾ പറയുന്നതാണ് ബോൾട്ടിങ് എന്ന്. ആ ബോൾട്ടിങ്ങിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ജിബെറലിക് ആസിഡ് ആണ്. അതുപോലെ തന്നെ ബീറ്റ്റൂട്ട്, ക്യാബേജിലൊക്കെ റോസറ്റ് ഹാബിറ്റും കൊടുക്കുന്നത് ആരാണ്? അതും നമ്മുടെ ജിബെറലിക് ആസിഡ് ആണ്. പിന്നെയോ ഡിലേ സെന്നസെൻസ്. ഫ്രൂട്ട്സ് ക്യാൻ ലെഫ്റ്റ് ഓൺ ട്രീ ലോങ്ങർ സോ ആസ് ടു എക്സ്റ്റെൻഡ് ദ മാർക്കറ്റ് പീരീഡ്. മാർക്കറ്റ് പീരീഡിനനുസരിച്ച് തന്നെ ആ ഫ്രൂട്ട് എന്ത് ചെയ്യാം? നമുക്ക് ആ മാർക്കറ്റ് പീരീഡിനനുസരിച്ച് അവിടെ ട്രീയിൽ ലോങ്ങർ അതിനെ കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ യൂസ് ടു സ്പീഡ് അപ്പ് ദ മാൾട്ടിംഗ് പ്രോസസ് ഇൻ ബ്രൂയിങ് ഇൻഡസ്ട്രി. ഇതും ഡിഫൈൻ ചെയ്യാൻ ചോദിക്കുന്നതാണ്. എന്താണ് മാൾട്ടിംഗ്? ജെർമിനേഷൻ, ഡ്രൈയിങ് ഗ്രെയിൻ ടു കൺവേർട്ട് ഇൻ ടു മാൾട്ട്. ആ ജെർമിനേഷൻസ് ഗ്രെയിൻസിനെ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന രീതിയിൽ ജെർമിനേറ്റ് ചെയ്ത് മാൾട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സാണ് മാൾട്ടിംഗ്. മാൾട്ടിങ്ങിനെ സ്പീഡപ്പ് ചെയ്യാനും ആര് സഹായിക്കുന്നുണ്ട്? ബ്രൂയിങ് ഇൻഡസ്ട്രിയിലെ ജിബെറലിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ രണ്ട് ഹോർമോൺ നമ്മൾ പഠിച്ചു. അതിന്റെ ഓരോ പെർട്ടിക്കുലർ ഫംഗ്ഷൻസ് പഠിക്കണം. പൊതുവേ ചോദിക്കാറുള്ളത് ഫംഗ്ഷൻസ് തന്നിട്ട് ഹോർമോണെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത നമുക്ക് നോക്കാം സൈറ്റോകൈനിൻ എന്നാണ് നമ്മൾ പറയുന്നത്. ദേ ഹാവ് എ സ്പെസിഫിക് ഇഫക്റ്റ് ഓൺ സൈറ്റോകൈനിൻസസ്. പ്രധാനമായിട്ടും സൈറ്റോകൈനസിനാണ് അവരുടെ പ്രധാന റോള്. സൈറ്റോകൈനസിസ് എന്താ? സെൽ ഡിവിഷൻ ആണ്. അപ്പൊ സൈറ്റോകൈനസിസ് അല്ലെങ്കിൽ സെൽ ഡിവിഷന് പ്രധാന റോളുള്ള ആളാണ് സൈറ്റോകൈനിൻ. കൈനറ്റിൻ ആൻഡ് സിയാറ്റിൻ ഇങ്ങനെ രണ്ട് രീതിയിൽ കാണാം. കൈനറ്റിൻ ഡിസ്കവർഡ് ഫ്രം ഓട്ടോക്ലേവ്ഡ് ഹെറിംഗ് സ്പെർം ഫിഷ് DNA. ഫിഷ് DNA എന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. കൈനറ്റിൻ ഡസ് നോട്ട് ഒക്വർ നാച്ചുറലി ഇൻ പ്ലാന്റ്സ് ആൻഡ് സിയാറ്റിൻ ആണ് പ്ലാന്റ്സിൽ നാച്ചുറൽ ആയിട്ടുള്ളത്. കോൺ കേണേഴ്സിൽ നിന്നും കോക്കനട്ട് മിൽക്കിൽ നിന്നാണ് നമുക്ക് സിയാറ്റിന് കിട്ടുന്നത്. ആൻഡ് എവിടെയാണ് സൈറ്റോകൈനിൻ കാണുന്നത്? സിന്തസൈസ്ഡ് ഇൻ ദ റീജിയൻസ് വെയർ റാപ്പിഡ് സെൽ ഡിവിഷൻ ഒക്വർ. എവിടെയാണോ പ്ലാന്റിന്റെ റാപ്പിഡ് ആയിട്ട് സെല്ല് ഡിവിഷൻ നടക്കുന്നത് അവിടെയാണ് നമുക്ക് സൈറ്റോകൈനിൻസിനെ കാണാൻ പറ്റുന്നത്. റൂട്ട് എപ്പെക്സിൽ, ഡെവലപ്പിംഗ് ഷൂട്ട് ബഡ്സ്, യങ് ഫ്രൂട്ട്സ് ഇവിടെയൊക്കെയാണ് സൈറ്റോകൈനിന്റെ പ്രസൻസ് ഉള്ളത്. എന്തൊക്കെയാണ് ഫംഗ്ഷൻ? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പുതിയ ലീവ്സിന് പ്രൊഡ്യൂസ് ചെയ്യുന്നു സെൽ ഡിവിഷനിലൂടെ. ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാക്കുന്നു. ലാറ്ററൽ ഷൂട്ട് ഗ്രോത്ത് ആൻഡ് അഡ്വന്റീഷ്യസ് ഷൂട്ട് ഫോർമേഷൻ. ഹെൽപ്സ് ടു ഓവർകം എപ്പിക്കൽ ഡോമിനൻസ്.
ഓക്സിൻ ഇനീഷ്യേറ്റ് ചെയ്ത എപ്പിക്കൽ ഡോമിനൻസിനെ പ്രിവെന്റ് ചെയ്യാനുള്ള റോൾ ആർക്കാണ്? അത് നമ്മുടെ സൈറ്റോകൈനിൻ ആണ്. ദേ പ്രൊമോട്ട് ന്യൂട്രിയൻ മൊബിലൈസേഷൻ വിച്ച് ഹെൽപ്പ് ഇൻ ഡിലേ ഓഫ് ലീവ് സെന്നസെൻസ്. അപ്പം എപ്പിക്കൽ ഡോമിനൻസിനെ പ്രിവെന്റ് ചെയ്യുന്നു, അതുകൂടാതെ തന്നെ ന്യൂട്രിയൻ മൊബിലൈസേഷനും ഡിലേ ലീഫ് സെന്നസെൻസ് ഡിലേ ചെയ്യാനും ആരാ ഹെൽപ്പ് ചെയ്യുന്നത്? അതും നമ്മുടെ സൈറ്റോകൈനിൻ തന്നെയാണ്. സോ 3 ഹോർമോൺസ് നമ്മൾ പഠിച്ചു, 3ന്റെയും ഫങ്ഷൻസും സെറ്റായിട്ട് തന്നെ വെക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ലെറ്റ്സ് 5 മെയിൻ ഗ്രൂപ്പ്സ് ഓഫ് നാച്ചുറൽ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് റൈറ്റ് ആൻഡ് നോട്ട് ഓൺ ഡിസ്കവറി. നമുക്കറിയാം 5 ഡിഫറെന്റ് ഹോർമോൺസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്സിൻ, ജിബെർലിൻ, സൈറ്റോകിൻ, അബ്സിസിക് ആസിഡ്. ഓക്സിൻ നമ്മൾ ഡിസ്കവർ ചെയ്തത് എപ്പോഴാണ്? ചാൾസ് ഡാർവിൻ ആൻഡ് ഫ്രാൻസിസ് ഡാർവിൻ കൂടിയാണ്. കനിനേരി ഗ്രാസിന്റെയും അതുപോലെ കൊളിയോപ്റ്റൈൽ നിന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ആൻഡ് ഇറ്റ് വാസ് ഏബിൾ ടു റിക്കഗ്നൈസ് ലൈറ്റ് സ്റ്റിമുലസ് ലീഡ് ടു ബെൻഡിങ് ഓഫ് ദ ടിപ്പ്. ഓക്സിൻ കണ്ടുപിടിച്ചത് ലൈറ്റിനടുത്തേക്ക് സ്റ്റെമ്മിന്റെ ടിപ്പ് ബെൻഡ് ചെയ്യുന്നത് കണ്ട് അതിലെ അന്വേഷിച്ച് പോയപ്പോഴാണ് അവിടെ ഓക്സിന്റെ പ്രസൻസ് മനസ്സിലായത്. ആൻഡ് FW went further refined this experiment, first person to isolate name these substance tips as Auxins. ആദ്യമായിട്ട് ഇവർ ഐസൊലേറ്റ് ചെയ്തെടുത്ത് ഇതിന് നെയിം കൊടുത്തത് ആരാണ്? FW went ആണ്. സോ ഇതുപോലെ ഹോർമോൺസിന്റെ ഐഡന്റിഫിക്കേഷനും കൂടെ എന്ത് ചെയ്യാ പഠിച്ച് വെക്കണം കേട്ടോ. അടുത്ത നമ്മുടെ ഹോർമോൺ, നമ്മൾ 3 ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് പഠിച്ചു. ഇനി നമ്മൾ ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് പഠിക്കാൻ പോവാണ്. ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എത്തലീനും ഉണ്ട്, അബ്സിസിക് ആസിഡും ഉണ്ട് അല്ലെ. എത്തലീൻ എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാഷ്യസ് ആയിട്ടുള്ള ഒരു ഹോർമോൺ ആണ്. അതായത് ഈ 5 ഹോർമോണിലും ഒരേ ഒരു ഗ്യാഷ്യസ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ നമ്മൾ പഠിക്കുന്നത്, അത് എത്തലീൻ ആണ്. ആൻഡ് ഗ്രോത്ത് പ്രൊമോട്ടർ ലാർജ്ലി ആൻഡ് ഇൻഹിബിറ്റർ കൂടിയാണ്. ഇറ്റ് ഇസ് സിന്തസൈസ്ഡ് ബൈ ലാർജ് എമൗണ്ട് ഓഫ് ടിഷ്യൂസ് അണ്ടർഗോയിങ് സെൻഡസെൻസ് ആൻഡ് റൈപ്പണിങ് ഓഫ് ഫ്രൂട്ട്സ്. പ്രധാനമായിട്ടും സെന്നസെൻസിനും അതുപോലെ തന്നെ ഫ്രൂട്ട് റൈപ്പണിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ആര്? നമ്മുടെ ഈ പറയുന്ന എത്തലീൻ എന്ന് പറയുന്നത്. സ്വെല്ലിംഗ് ഓഫ് ദി ആക്സസ്, എപ്പിക്കൽ ആൻഡ് ഹുക്ക് ഫോർമേഷൻ. Apical hook formation in dicot seedling promotes senescence and abscission of plant organs, highly effective in fruit ripening. അപ്പോൾ ഈ പറയുന്ന ആക്സസ് സ്വെല്ലിങ്ങിനും അതുപോലെ തന്നെ എപ്പിക്കൽ ആയിട്ടുള്ള ഹുക്ക് ഫോർമേഷനും ഡൈക്കോട്ട് സീഡ്ലിങ്ങിന്റെ കേസിൽ ആൻഡ് ഓൾസോ ഹൈലി ഫ്രൂട്ട് റൈപ്പനിങ് ആണ് ഇവരുടെ പ്രധാന റോൾ എന്ന് പറയുന്നത്. എൻഹാൻസ് റെസ്പിറേഷൻ റേറ്റ് ഡ്യൂറിംഗ് റൈപ്പനിങ് ആൻഡ് റൈസ് ഇൻ ദ റേറ്റ് ഓഫ് റെസ്പിറേഷൻ ഈസ് കോൾഡ് റെസ്പിറേറ്ററി ക്ലൈമാറ്റിക്. ഇത് 1 മാർക്കിന് ചോദിക്കാം, എന്താണ് റെസ്പിറേറ്ററി ക്ലൈമാറ്റിക് എന്ന് കേട്ടോ. റെസ്പിറേറ്ററി ക്ലൈമാറ്റിക് റെസ്പിറേറ്ററി ക്ലൈമാറ്റിക് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് റൈപ്പൺ ചെയ്യുന്നതിൻ്റെ ടൈമിൽ ആ ഒരു റെസ്പിറേഷൻ റേറ്റ് കൂടുന്ന അതിൻ്റെ ഒരു റൈസിനെയാണ് നമ്മൾ റെസ്പിറേറ്ററി ക്ലൈമാറ്റിക് എന്ന് പറയുന്നത്. ദെൻ എത്തലീൻ ബ്രേക്ക് സീഡ് ആൻഡ് ബഡ് ഡോർമൻസി. സീഡിൻ്റെയും ബഡിൻ്റെയും ഡോർമൻസി ബ്രേക്ക് ചെയ്യുന്ന ഒരാളാണ് എത്തലീൻ എന്ന് പറയുന്നത്. ആൻഡ് ജെർമിനേഷൻ, പീനട്ട് സീഡ്സ് ആൻഡ് സ്പ്രൗട്ടിംഗ് ഓഫ് പൊട്ടറ്റോ ട്യൂബേഴ്സ്. അപ്പോൾ ജെർമിനേഷനും സ്പ്രൗട്ടിങ്ങിനും ഒക്കെ എൻഹാൻസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ അതാരാണ്? എത്തലീനാണ്. പിന്നെ റാപ്പിഡ് ഇന്റർനോഡ് പീറ്റിയോൾ ഇലോങ്ങേഷനും ഡീപ്പ് വാട്ടർ റൈസ് പ്ലാന്റ് പ്രൊമോട്ട് റൂട്ട് ഗ്രോത്ത്, റൂട്ട് ഹെയർ ഫോർമേഷൻ. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. ഇതൊക്കെ എത്തലീൻ്റെ ഫംഗ്ഷൻ ആണ്. ഫ്ലവറിങ്ങും അതുപോലെ തന്നെ ഫ്രൂട്ട് സെറ്റ്, പൈനാപ്പിളിന്റെ ഫ്രൂട്ട് സെറ്റ് സിങ്ക്രണൈസിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. ഇൻഡ്യൂസ് ഫ്ലവറിങ് ഇൻ മാംഗോ. നമ്മുടെ മാംഗോയിന്റെ ഫ്ലവറിങ്ങിന് ഈ ഒരു സീസണിൽ കാണുന്നതാണ് നിങ്ങൾ മാംഗോ പൂവിട്ട് നിൽക്കുന്നത് അല്ലെ. അപ്പൊ മാംഗോ ട്രീയിൽ ഈ പൂവിട്ട് നിൽക്കുന്നതിന് കാരണക്കാരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് നമ്മുടെ എത്തലീനാണ്. പിന്നെ എത്തഫോൺ എന്ന് പറയുന്നത് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് കോമ്പൗണ്ട് ആസ് എ സോഴ്സ് ഓഫ് എത്തലീൻ ആണ്. അതായത് കൂടുതലായിട്ടും നമ്മൾ മാർക്കറ്റിങ്ങിനും അല്ലെങ്കിൽ കമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? എത്തഫോൺ ആണ്. എത്തലീൻ്റെ തന്നെ ഒരു കോമ്പൗണ്ട് ആണ്. ഫാസൻ റൂട്ട് റൈപ്പനിങ് ഇൻ ടൊമാറ്റോസ്, ആപ്പിൾസ്, ആക്സലർ അബ്സിഷൻ ഇൻ ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്, പ്രൊമോട്ട് ഫീമെയിൽ ഫ്ലവർ ഇൻ കുക്കുംബർ ദർബൈ ഇൻക്രീസിങ് ദി ഈൽഡ്. അപ്പോൾ ഈൽഡ് കൂട്ടാൻ ഫ്ലവേഴ്സിന്റെ എണ്ണം കൂട്ടുന്നതും അതുപോലെ തന്നെ ഫീമെയിൽ ഫ്ലവേഴ്സിന്റെ കൂട്ടുന്നതിനൊക്കെ ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? എത്തലീനാണ്. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ദ മെയിൻ ആണ് അബ്സസിക് ആസിഡ്. 2 രീതിയിലാണ് അബ്സസിക് ആസിഡ് നമ്മൾ പറയുന്നത്. അതായത് ഒന്ന് അബ്സിഷനെ ഇൻഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് അബ്സസിക് ആസിഡ് എന്ന് പറയും. ആൻഡ് ഇവർക്ക് മറ്റൊരു കോമൺ നെയിമും കൂടെ ഉണ്ട്, വിച്ച് ഇസ് നോൺ ആസ് സ്ട്രെസ് ഹോർമോൺ. പ്ലാന്റ്സിന്റെ സ്ട്രെസ്സിനെ ടോളറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആയതുകൊണ്ട് നമ്മൾ ഇതിന് എന്തുകൂടെ പറയുന്നുണ്ട്? സ്ട്രെസ് ഹോർമോൺ എന്നും കൂടെ പറയുന്നുണ്ട്. സോ അബ്സസിക് ആസിഡ് വാസ് ഡിസ്കവേർഡ് ഫോർ ഇറ്റ്സ് റോൾ ഇൻ റെഗുലേറ്റിംഗ് അബ്സിഷൻ, ഡോർമൻസി, അതർ വൈഡ് റേഞ്ചിങ് എഫക്ട് ഓൺ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, act as a general plant growth inhibitor and an inhibitor of plant metabolism. Plant growthനെയും പ്ലാന്റിന്റെ മെറ്റബോളിസം ഒക്കെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആളാണ് അബ്സിസിക് ആസിഡ്. ഇൻഹിബിറ്റ് സീഡ് ജെർമിനേഷൻ, സ്റ്റിമുലേറ്റ് ക്ലോഷർ ഓഫ് ടൊമാറ്റോ എപ്പിഡെർമിസ് ആൻഡ് ഇൻക്രീസ് ദ ടോളറൻസ് ഓഫ് പ്ലാന്റ്സ് ടു വേരിയസ് കൈൻഡ് ഓഫ് സ്ട്രെസ്. ഞാൻ പറഞ്ഞ പോലെ ഒരു സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുന്ന ആളാണ്. ആൻഡ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ സീഡ് ഡെവലപ്മെന്റ്, മെച്ചുറേഷൻ ആൻഡ് ഡോർമൻസി. ബൈ ഇൻഡ്യൂസിംഗ് ഡോർമൻസി, ABA helps seed to withstand desiccation and other factors unfavorable for growth. And in most situations Abscisic act as an antagonist to gibberellic acid. ഈ ടേം മനസ്സിൽ വേണം, ആന്റഗോണിസ്റ്റ് എന്ന് പറയുന്നത്.
കാരണം ജിബറലിക് ആസിഡിന് എന്ത് ഫംഗ്ഷൻ ആണോ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതാണ് അബ്സിസിക് ആസിഡ്. സോ മോസ്റ്റ് ഓഫ് ദ ടൈം ജിബറലിക് ആസിഡിന്റെ ഒരു ആന്റഗോണിസ്റ്റിക് ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് അബ്സിസിക് ആസിഡ് ആണ്. ആൻഡ് ദർ ആർ നമ്പർ ഓഫ് ഇവന്റ്സ് ഇൻ ലൈഫ് ഓഫ് പ്ലാന്റ് വെർ മോർ ദാൻ PGR ഇന്ററാക്ട് ടു എഫക്ട് ദി ഇവന്റ്. അപ്പൊ ഇത്രയുമാണ് അബ്സിസിക് ആസിഡിന്റെ മെയിൻ റോള്. ഡോർമൻസി ഇൻ ദ സീഡ്സ് ആൻഡ് ബഡ്സ്, എബ്സിഷൻ, സെനസെൻസ്, എപ്പിക്കൽ ഡോമിനൻസ് എക്സെട്ര. അപ്പൊ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന എക്സ്ട്രിൻസിക് ആയിട്ടുള്ള ടെമ്പറേച്ചർ, ലൈറ്റ്, ഹ്യൂമിഡിറ്റി ഇങ്ങനത്തെ ഫാക്ടേഴ്സിനേക്കാൾ കൂടുതൽ ജനറ്റിക് ആൻഡ് ഓൾസോ ദീസ് കൈൻഡ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആണ് ഇൻട്രിൻസിക് ഫാക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതിന് വലിയ റോൾ ഉണ്ട് പ്ലാന്റിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്. അപ്പൊ ഇത് നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കാം. നമുക്ക് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ക്യാൻ ബി എംപ്ലോയ്ഡ് ഫോർ വേരിയസ് അഗ്രികൾച്ചർ ആൻഡ് ഹോർട്ടിക്കൾച്ചർ പ്രാക്ടീസ്. ഐഡന്റിഫൈ ദ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആണ്. വീറ്റ് ഫ്രീ ലോൺസിന് നമ്മൾ ഉപയോഗിക്കുന്നത് 2,4-D ആണ്, ഓക്സിന്റെ എക്സാമ്പിൾ ആണ്. ഷുഗർ കെയിൻ ലെങ്ത് കൂട്ടുന്ന ആരാണ്? ജിബറലിൻസ് ആണ്. ഫ്രൂട്ട് സെറ്റ് ഇൻ ആപ്പിൾസ് എത്തലീൻ ആണ്. റൂട്ടിംഗ് ഇൻ സ്റ്റെം കട്ട് ഇൻ ഓക്സിൻ ആണ്. സീഡ് ജെർമിനേഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നത് ആരാണ്? അബ്സിസിക് ആസിഡ്. പ്രൊമോട്ട് ഫീമെയിൽ ഫ്ലവർ ഇൻ കുക്കുംബർ എത്തലീൻ ആണ്. ഇതുപോലെയാണ് പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺ ഫംഗ്ഷൻസ് ചോദിക്കുന്നത്. അടുത്തത് 2021 നോക്കാം. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് പെർഫോം വേരിയസ് ഫംഗ്ഷൻസ് ഇൻ പ്ലാന്റ് ബോഡി. നെയിം ദ ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ എപ്പിക്കൽ ഡോമിനൻസ് ആൻഡ് ബോൾട്ടിംഗ്. എപ്പിക്കൽ ഡോമിനൻസിന് കാരണക്കാരായ ഹോർമോൺ ആരാണ്? അത് നമ്മുടെ ഓക്സിൻ ആണ്. ബോൾട്ടിങ്ങിനോ അത് നമ്മുടെ ജിബറലിനാണ്. Then which plant hormone is referred to as an antagonist to gibberellic acid? അത് നമ്മുടെ അബ്സിസിക് ആസിഡ് ആണ്. സോ ഗ്രോയിങ് എപ്പിക്കൽ ബഡ്സിനെ ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ലാറ്ററൽ റൂട്ട് ആൻഡ് എപ്പിക്കൽ ഡോമിനൻസ്. ബോൾട്ടിംഗ് എന്ന് പറയുന്നത് ഇന്റർനോഡ് എലോങ്ങേഷൻ ജസ്റ്റ് പ്രയർ ടു ഫ്ലവറിംഗ് ആണ്. സോ ടെർമിനോളജീസ് പഠിച്ചു വെക്കണം, ഡെഫിനേഷൻ ആയിട്ട് ചോദിക്കാം. Ethylene is one of the most widely used plant growth regulator in agriculture. Write any 2 agriculture applications of ethylene. എന്തൊക്കെയാണെന്ന് നോക്കാം. അബ്സിഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള റോള് ഫ്രൂട്ട് റൈപ്പനിങ്, ബ്രേക്ക് സീഡ് ആൻഡ് ബഡ് ഡോർമൻസി, ഇനീഷ്യേറ്റ് ജെർമിനേഷൻ പീനട്ട് സീഡ്, സ്പ്രൗട്ടിംഗ് ഓഫ് പൊട്ടറ്റോ ട്യൂബേർഡ്, ദെൻ റാപ്പിഡ് ഇന്റർനോഡ് പീറ്റിയോൾ ഇലോങ്ങേഷൻ, root growth, root hair formation, initiate flowering and synchronizing fruit set in pineapple. പിന്നെ ഫ്ലവറിംഗ് ഇൻ മാംഗോ, ഫ്രൂട്ട് റൈപ്പനിങ് ഇൻ ടൊമാറ്റോ, ആപ്പിൾ, ഇതൊക്കെ ആക്സലറേറ്റ് ചെയ്യുന്നത് ആരാണ്? അത് നമ്മുടെ എത്തലീൻ ആണ്. ദെൻ പ്രൊമോട്ട് ഫീമെയിൽ ഫ്ലവേഴ്സ് ഇൻ കുക്കുംബേഴ്സ്. സോ ഫംഗ്ഷൻസ് കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾക്ക് ഞാൻ തരാം. സൈറ്റോകൈനിന്റെ ആന്റഗോണിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഏത് ഹോർമോൺ ആണ് എന്നുള്ളതും കൂടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ കൂടുതൽ ക്വസ്റ്റ്യൻസും കൂടുതൽ ഡിസ്കഷൻ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. Till then, bye bye.